ഈ എക്സാം കാലത്ത് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകളൊന്നും മേടിക്കരുത്. അങ്ങനെ മേടിച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അത് ഫുഡ് പോയ്സണിങ്ങിലേക്ക് പോകാം. കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം ടൈമൊക്കെയാണ്. അപ്പോൾ പേരൻസ് എന്താണ് ഈ ടൈമിൽ കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്? അപ്പം പേരൻസ് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കുട്ടികളെ ഒത്തിരി സമയം ഇങ്ങനെ സ്ട്രെസ്സ് കൊടുക്കരുത്. അതായത് നീ ക്ലാസ്സിലെ ടോപ്പ് ആകണം, അല്ലെങ്കിൽ നീ ഫുൾ A+ മേടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർ ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. ആ സ്ട്രെസ്സ് അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ പഠിക്കാനുള്ള കാര്യങ്ങളിലായിട്ട് നമ്മൾക്ക് ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. പിന്നെയുള്ളത് അവർക്ക് ആവശ്യത്തിന് സ്ലീപ്പ് വേണം. എല്ലാ കുട്ടികളും 6 hours, ഒരു 6 മണിക്കൂറെങ്കിലും അവർ മിനിമം ഉറങ്ങിയിരിക്കണം. അങ്ങനെ ഉറങ്ങുന്ന കുട്ടികൾക്ക് മാത്രമേ അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ധാരാളം വെള്ളം കുടിക്കണം. ചില പേരൻസ് വന്ന് എന്നോട് ചോദിക്കാറുള്ളതാണ്, അവർക്ക് ഈ പരീക്ഷാ കാലത്ത് എന്ത് ഫുഡ് കൊടുക്കണം, അവരെന്ത് കൊടുത്താലാണ് അവരുടെ മെമ്മറി കിട്ടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് സാധാരണയുള്ള ഹോം മെയ്ഡ് ഫുഡുകൾ കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് വേണേൽ അവർക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ബദാം അല്ലെങ്കിൽ ഈ വാൾനട്ട്സ് അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മെമ്മറി ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സിനകത്ത് നമുക്ക് എല്ലാ വൈറ്റമിൻസും ഉണ്ട്, ജലാംശങ്ങളുണ്ട്, അതെല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.